ഹായ് ഡിയേഴ്സ്, അസ്സലാമു അലൈക്കും. അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ എന്താണ് എല്ലാവരുടെയും വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. നമുക്കും അൽഹംദുലില്ലാഹ് സുഖമാണ് കേട്ടോ. അപ്പോൾ ഇന്ന് നോമ്പ് തുറക്കുമ്പോഴേക്കുള്ള കാര്യങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഉരുളക്കിഴങ്ങ് ആദ്യം തന്നെ വേവിക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. അത് കുറച്ച് നേരത്തെ തന്നെ ചെയ്തിട്ടുണ്ട്. പിന്നെ അത് ചൂടാറണമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അതൊക്കെ ഒന്ന് ശരിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ഫൈക്കുട്ടിക്കും പാതുവിനൊന്നും സ്കൂളില്ല, അവിടെ പൂരാണ്. അപ്പോൾ അതുകൊണ്ട് അവരിന്ന് വീട്ടിലുണ്ട്, നോമ്പും ഉണ്ട് കേട്ടോ. അപ്പോൾ അവരങ്ങനെ കളിക്കാനൊക്കെ നടക്കുന്നുണ്ട്. നമ്മളതിൻ്റെ ഇടയിൽ പണികളും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്നാണെന്നുണ്ടെങ്കിൽ കഴിഞ്ഞ ദിവസം നമ്മൾ കട്ട്ലറ്റ് ഉണ്ടാക്കിയപ്പോൾ സോസ് ഇല്ലയെന്ന് ഭയങ്കര പരാതിയായിരുന്നു. അപ്പോൾ അന്ന് കുറച്ച് മയോണൈസൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ പിന്നെ സോസ് പിന്നെ വാങ്ങിക്കാനൊന്നും നിന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇന്ന് ഞാനിങ്ങനെ വിചാരിച്ചു നമുക്ക് തന്നെ ഉണ്ടാക്കിയാൽ എന്താന്ന്. അപ്പോൾ ഒന്ന് സോസ് ഉണ്ടാക്കാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുകയാണ് കേട്ടോ. അപ്പോൾ അതിനിതേ കുറച്ച് തക്കാളിയൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. നല്ലോണം പഴുത്ത തക്കാളിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അതിലേക്ക് 2-3 അല്ലി വെളുത്തുള്ളിയും പിന്നെ ഒരു ഉണക്കമുളകും 2 ഗ്രാമ്പും പിന്നെ കല്ലുപ്പാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇനി അതൊന്ന് കുക്കറിൽ നല്ല പോലെ വേവിച്ചെടുക്കാം കേട്ടോ. തക്കാളി അല്ലേ, പിന്നെ പെട്ടെന്ന് വെന്ത് കിട്ടുമല്ലോ. ആ ഒരു ടൈം കൊണ്ട് തന്നെ നമുക്ക് സബോള കാര്യങ്ങളൊക്കെ അരിഞ്ഞെടുക്കാം. അപ്പോൾ ചെറുതായി കട്ട് ചെയ്യാണ്. അപ്പോൾ ഇവിടെ ഉണ്ടായിരുന്ന ആ ഒരു ചോപ്പറിന് എന്തോ ഒരു പണിമുടക്ക് കിട്ടുക, നോമ്പായതുകൊണ്ടാണോ എന്ന് അറിയില്ല, എന്തോ ഒരു പ്രശ്നം. അപ്പോൾ അതവിടെ സൈഡാക്കി വെച്ചിട്ടുണ്ട്. ഞാൻ എൻ്റെ കൈ കൊണ്ട് തന്നെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതേ ഉരുളക്കിഴങ്ങ് വേവിച്ച് വെച്ചതിലേക്ക് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. ഇഞ്ചി പച്ചമുളക് പേസ്റ്റ്, അതുപോലെ മല്ലിയില, സബോള അരിഞ്ഞത് ഒക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ആവശ്യത്തിനുള്ള പൊടികളൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കട്ടെ. ഇതൊരു കട്ട്ലേറ്റും അല്ല, എന്നാൽ ബോണ്ടല്ല, അങ്ങനത്തെ ഒരു രീതിയിൽ ഉണ്ടാക്കാനാണ് വിചാരിച്ചിട്ടുള്ളത്. സത്യം പറഞ്ഞാൽ ഇന്ന് എന്താ ഉണ്ടാക്കേണ്ടതെന്നൊരു ഐഡിയ ഉണ്ടായിരുന്നില്ല കേട്ടോ. അങ്ങനെയാണ് ഇത് തട്ടിക്കൂട്ടി ഉണ്ടാക്കിയത്. ആദ്യം കട്ട്ലേറ്റ് തന്നെ ആക്കാമെന്ന് വിചാരിച്ചു. പിന്നെ തലേ ദിവസം കട്ട്ലേറ്റ് തന്നെ ആയിരുന്നല്ലോ. അപ്പോൾ പിന്നെ ഇന്നിപ്പോൾ അത് വേണ്ടാന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങനെ അതൊരു ബോണ്ടാക്കി മാറ്റി. അപ്പോൾ കുറച്ച് ബീഫ് കറിയിൽ കുറച്ച് ബാക്കി ഉണ്ടായിരുന്നു. അതും കൂടെ മിക്സിയിലൊന്ന് അരച്ച് അതിലിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ കറി വെച്ചത് തലേ ദിവസം നമുക്ക് അതേപോലെ ബാക്കിയുണ്ട്. നോമ്പായതുകൊണ്ട് തന്നെ വല്ലാണ്ട് ആരും ഒന്നും കഴിക്കണില്ല. പിന്നെ പത്തിരി കുറച്ച് ബാക്കി ഉണ്ടായിരുന്നു, എന്നാലും ഒന്ന് കുറച്ച് ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ബാക്കി ഉണ്ടായിരുന്ന ആ കറി ഒന്ന് നല്ലപോലെ തിളപ്പിച്ചെടുക്കാമെന്ന് വിചാരിച്ചു. ഇന്ന് തന്നെ അത് തീർക്കാൻ വേണമല്ലോ, ഇനി നാളേക്ക് ഇത് വെക്കാൻ പറ്റില്ലല്ലോ. ഞാനത് കുറച്ച് പൊടിയൊന്ന് വാട്ടിയെടുത്തിട്ടുണ്ട്. അതിനുള്ള പത്തിരി തന്നെ ഇട്ട് ഉണ്ടാക്കണുള്ളൂ. പത്തിരി ഇല്ലാണ്ടിരുന്നാലും ശരിയാവില്ല, പത്തിരി തന്നെ വേണേനും. ഞാൻ ആദ്യം വിചാരിച്ചത് ബ്രെഡ് ക്രംസിലൊക്കെ ഒന്ന് മുക്കിയിട്ട് പൊരിക്കാമെന്നാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ. പിന്നെ അപ്പോൾ ശരിക്കും അത് കട്ട്ലേറ്റായി മാറുമല്ലോ. അപ്പോൾ പിന്നെ അത് മാറ്റി കടലമാവിലാക്കിയിട്ടാണ് പൊരിച്ചെടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതൊക്കെ ഒന്ന് കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. പിന്നെ എപ്പോഴേക്കും പത്തിരിയുടെ പണിയൊക്കെ കഴിക്കാമല്ലോ. അപ്പോൾ കുറച്ച് പത്തിരി തന്നെ ഉള്ളൂ, പെട്ടെന്ന് കഴിയും കേട്ടോ. ഇത്തവണ വാങ്ങിച്ച പൊടിയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ കുഴകുഴാന്നിരിക്കണ ഒരു പൊടിയാണ്. നല്ല ടേസ്റ്റ് ഉണ്ട് കഴിക്കാൻ വേണ്ടിയിട്ട് പത്തിരിയൊക്കെ ഉണ്ടാക്കിയാൽ. പക്ഷെ വെള്ളം കൂടുന്നത് പെട്ടെന്ന് ശ്രദ്ധിക്കാൻ വേണം. അങ്ങനെ അതേ നമ്മുടെ സോസിൻ്റെ പണികളൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് ചൂടാറി വന്നപ്പോൾ മിക്സിയിൽ നല്ല പോലെ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി അതൊന്ന് പാനിലിട്ട് അതിലത്തെ വെള്ളമൊക്കെ ഒന്ന് നല്ല പോലെ വറ്റിച്ചെടുക്കണം, എന്നാലല്ലേ നമുക്ക് എടുത്തു വെക്കാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ സോസ് നല്ല ശരിക്ക് സോസ് നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന സോസ് പോലെ തന്നെ ആയി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതിലേക്കൊരു ഇത്തിരി പഞ്ചസാരയും അതുപോലെ തന്നെ ഒരു നുള്ള് സൊറുക്കല്ല വിനാഗിരി അതും കൂടെ ഒഴിച്ചു കൊടുക്കണേ. അപ്പോൾ ശരിക്കും നല്ല സോസ് നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന പോലെ തന്നെ കിട്ടും കേട്ടോ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുതേ. അപ്പോൾ നമ്മുടെ നോമ്പിൻ്റെ ഓരോ കാര്യങ്ങളായിട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതേ കുറേ കഴിഞ്ഞപ്പോൾ നോമ്പ് തുറക്കണ ഒരു കുറച്ച് മുന്നാണ് കേട്ടോ ഞാൻ ഈ ബോണ്ടൊക്കെ പൊരിച്ചെടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് ചൂടോടെ തന്നെ ഇരുന്നോളൂല്ലോ. ചിലപ്പോൾ ഇവിടെ കുട്ടികൾ അത്താഴത്തിന് ഈ പൊരിച്ചതാണ് കേട്ടോ കഴിക്കാറുണ്ട്. ഇന്നും നമ്മൾ ചോറൊന്നും വെക്കണില്ല, കാരണം ഇത് തന്നെ കഴിച്ച് കഴിയുമെന്ന് അറിയില്ല കേട്ടോ. ഒരുപാട് വെള്ളമാണ് കുടിക്കുക. അപ്പോൾ വെള്ളത്തിനുള്ള കസകസ ഒന്ന് വെള്ളത്തിയിട്ട് വെച്ചിട്ടുണ്ട്.
അപ്പോൾ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ കേട്ടോ. നമ്മൾ ഇന്നത്തെ വീഡിയോ കണ്ടില്ലേ, നമ്മൾ ഉണ്ടാക്കിയ സോസ് നല്ല കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. അതുപോലെ ഇതേ ബോണ്ട ആയിട്ടുണ്ട്. ബോണ്ടാന്നും പറയാം, കട്ട്ലറ്റ് എന്നും പറയും. പത്തിരി, ബീഫ് കറി, അതുപോലെ തണ്ണിമത്തൻ, അങ്ങനെ വെള്ളം കലക്കിയത് അതൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. വെള്ളം കലക്കിയത് അത്യാവശ്യം ഉണ്ടാവും. അൽഹംദുലില്ലാ എല്ലാം ആയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതൊക്കെ ആയിരുന്നു കേട്ടോ. ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് പിന്നെയും കാണാം. ബൈ ബൈ.